In the heart of Idukki, Kandalur is a pristine region nestled in the Western Ghats of Kerala. Kandalur has been home to farming communities and indigenous populations for decades. Their lives are intricately woven with land-based livelihood activities. Amidst its natural beauty, the communities are facing a survival crisis due to global climate change, agricultural distress, remoteness, and depletion of natural resources. Due to its geographical isolation, the region lags behind in all realms of development. இந்த தடவை கப்பைட்டு இருக்குது, அதுவும் இப்போ பண்ணியே சாப்பிடுது. இப்போ ஒரு கிருஷியுமே செய்யல, சும்மா கிடக்குது. ஒரு பாத்ரூமு இடிஞ்சும் பொழிஞ்சும் கப்பிசு போகுது, மொத்தம் வெளியில் தான் போகுது. வழிக்கூடி நடக்கவே முடியாது, டாங்கி பொட்டி. இங்கே 10-200 பேர் இருக்கிறாங்க. வந்து இங்கே ஒரு ட்ரைனிங் கொடுத்தா பரவாயில்லையா இருந்துச்சு. இங்கே ட்ரைனிங் கொடுக்குறதா இருந்தால் எல்லாமே படிப்பாங்க. அப்போ ட்ரைனிங் கொடுக்குறதா இருந்தால் எல்லாருக்கும் வேலை வாய்ப்பு கிடைக்கும். ഈ അക്ഷയ കേന്ദ്രം ഇവിടെ ഇല്ല. അക്ഷയ കേന്ദ്രം കോയിൽക്കടവ് മറയൂർ പോയാലേ അവിടെ നിന്ന് 16 കിലോമീറ്റർ പോകണം. கொஞ்சம் தண்ணியெல்லாம் கஷ்டம்தான். இப்போ போய் காலத்து போய் ஆற்றுல போய் திருச்சி விடும்போது தண்ணி வந்துச்சு. ഈ പഞ്ചായത്ത് ഗ്രാമീണ മേഖലയും ആദിവാസികളും തിങ്ങിപ്പറക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ നിലവിലിപ്പോൾ പിള്ളേർക്ക് ഒരു പഠിത്തത്തിന് ഒരു ട്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരു കുറവുള്ളതായിട്ട് കാണുന്നു. കൃഷിക്കാർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ പണിയായുധങ്ങളും ഉപകരണങ്ങളും കിട്ടാത്ത ഒരു സാഹചര്യം നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതും കൂടി കിട്ടിയാൽ അവർ യഥാസമയം കൃഷി ഇറക്കുകയും ലാഭത്തിൽ പോവുകയും ചെയ്യുന്നതാണ് നമ്മളൊരു അഭിപ്രായം. അതുപോലെ ഇവിടുത്തെ ശുചിമുറികൾ പഞ്ചായത്ത് പലതവണ പദ്ധതികൾ മുടക്കി പണിത് കൊടുത്തിട്ടെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാതെ നവീകരിക്കാതെ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ കാണുന്നത്. Against this backdrop, MS Swaminathan Research Foundation is undertaking the SBI Foundation Gram Seva project in Perumala, Puttur, Kulachivayal, Churakulam and Kanakkayam villages of Kandalur Panchayat. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ട് അതിനെ നല്ല പ്രോജക്റ്റുകൾ രൂപീകരിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സമർപ്പിക്കുകയും അതായത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം കൊടുത്തിട്ട് കുളച്ചിവയൽ, പുത്തൂർ ഗ്രാമങ്ങളെ അതുപോലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ട് അവിടെ കുടിവെള്ളം, കക്കൂസ് പോലെയുള്ള പ്രധാനപ്പെട്ട അത്യാവശ്യ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും വളരെ ഗൗരവമായിട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഈ സ്ഥാപനത്തോടും അതിൻ്റെ പ്രതിനിധികളോടും ഈ ഗ്രാമപഞ്ചായത്ത് നന്ദി കടമപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരിവായ മറയൂർ കാന്തല്ലൂർ മേഖല പൊതുവെ മഴനിഴൽ പ്രദേശമാണ്. എന്നാൽ കാലാവസ്ഥയിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും ധാരാളം ഗുണങ്ങളുള്ള പ്രദേശം കൂടിയാണ് ഈ അഞ്ചിനാട് മേഖല. അഞ്ചിനാട് മേഖലയിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ മുതുവാൻ, ഹിൽപ്പുലയ വിഭാഗങ്ങളാണ്. പൊതുവെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ കൂടുതൽ പരിരക്ഷ നൽകേണ്ടുന്ന വിഭാഗം കൂടിയാണ് ഇവരുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ SBIയുമായി ചേർന്ന് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പൂർണ്ണമാവുന്നതോട് കൂടിയിട്ട് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സമൂഹത്തിന് അത് വളരെ വലിയ ഗുണം ചെയ്യുമെന്ന് കരുതുന്നു, ആശംസിക്കുന്നു. പിന്നെ ബാത്റൂമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിങ്ക, തണ്ണിയും ഭയങ്കര കഷ്ടവും. തണ്ണിയും കിടக்கிறதுக்கு ഭയങ്കര ബുദ്ധിമുട്ട്. കുടിക്കാൻ പോലും വെള്ളമില്ല ചില സമയത്തിൽ. The project directly impacts 664 families comprising
2,116 individuals from these locations. நாங்கள் வந்து கிருஷி தான் செய்கிறோம். பச்சைக்கறி, கேரட்டு, பீன்ஸு, வெள்ளைப்பூடு, மற்றபடி இந்த காய்கறி எல்லாமே நாங்கள் செய்கிறோம். அதுக்கு வந்து எங்களுக்கு வந்து யூஸ் பண்ணுறதுக்கு உண்டான மோட்ரு வேணும் மெயினாக. ரெண்டாவது வந்து மருந்து, ஸ்ப்ரிங்க்லரு, ஓஸு இந்த மாதிரி எல்லாம் சாதனங்கள் இருந்தால் எங்களுக்கு ரொம்ப யூஸ்ஃபுல்லாக இருக்குது. அது கிராம பദ്ധதி எங்களுக்கு கொண்டு வந்து கொடுத்தா ரொம்ப சந்தோஷமாக இருக்குது. இந்த பஞ்சாயத்திலிருந்து இந்த 5 கிராமங்கள்லேருந்து வரக்கூடிய பிள்ளைங்க நம்ம ஸ்கூலில் படிக்கிறாங்க. இந்த பிள்ளைகள் எல்லாமே பொருளாதாரத்தில் பின்தங்கி இருக்கிறாங்க. அப்போ அதனால் நம்ம பள்ளிக்கூடத்துக்கும் அதிக ஃபீஸு பிள்ளைகிட்டேருந்து எதுவும் வாங்க முடியறதில்ல. ஃபீஸ் இல்லாதனால சயின்ஸ் லேபு, கம்ப்யூட்டர் லேபு இவைகளெல்லாம் ரொம்ப பின்தங்கிய நிலையில் இருக்குது. அதனால் எஸ்பிஐ ஃபவுண்டேஷன் இந்த 5 கிராமங்களை தத்தெடுத்ததில் இந்த பள்ளிக்கூடம் இருக்கிறதுனால அவங்க உதவி செஞ்சாங்கன்னா சயின்ஸ் லேபும் அது மாதிரி கம்ப்யூட்டர் லேபையும் கொஞ்சம் கூடி வளர்ச்சி அடை செய்ய முடியும். எங்கள் வந்து பொம்பளை குஞ்சில் வந்து டேட் ஆகிக்கினீங்கன்னா எங்கள் மாறி தாமசிக்கிறது வீடு தான் 2 வீடும். அப்போ இதில் வந்து எங்கள் சௌகரியமாயிட்டு இன்ன வரைக்கும் ஒன்று கிட்டியில சர்க்காரில் நின்று என்னாலும் கில்லாடி புது வீட்டுக்கு கிடச்சிருக்குது, பழைய வீட்டுக்கு ஒன்றும் கிடச்சல. அப்போ எங்கள் இன்ன வரைக்கும் எங்கள் சர்க்காரில் நின்று கருண்டோ தண்ணியும் வந்து கூடுதலாயிட்டு எங்கள் கிடச்சல. அது கருண்டு சுத்தமாக இல்லை, தண்ணி கிடச்சிருக்குது, அதுவுமே கடைக்கு பீ கொண்டு இருக்குது. അപ്പോൾ തണ്ണിയും എങ്കിൽ കറണ്ടും തെണ്ടറിൻ്റെ ഈ പദ്ധതി മൂലം ഞങ്ങൾക്ക് ഉപകാരമാകും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ കോൽക്കടവോ അല്ലെങ്കിൽ മരയൂരോ പോകണം. ഈ അക്ഷയ സെൻറ്ററിൽ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കാനായിട്ടോ ഇവിടെ നിന്ന് അത്ര അകലമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അടുത്തുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല, നല്ല അടുത്ത് കിട്ടും. ചില വാർഡുകളിൽ ഇപ്പോഴും നമുക്ക് വൈദ്യുതി കണക്ഷൻ പോലും എത്തിയിട്ടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം പിന്നോട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ പുറത്തുനിന്നുള്ള പല NGO അതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഒരു പഞ്ചായത്തിന് സപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കുറച്ചും കൂടെ വളരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ആദിവാസി മേഖലയിൽ നിന്നാണ് ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നത്. ഏറ്റവും സാധാരണക്കാരായ കുട്ടികളാണ്. അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ അധികമൊന്നും നമ്മുടെ സ്കൂളിൽ ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ടെക്നോളജിയൊക്കെ വികസിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കൊരു സ്മാർട്ട് ക്ലാസ് റൂം ഇതുവരെ നമുക്ക് സജ്ജമാക്കാൻ പറ്റിയിട്ടില്ല. This integrated rural development project adopts a holistic development approach, particularly prioritizing activities that can reduce development bottlenecks due to remoteness. The activities encompass livelihood development, education, health, digitalization, water sanitation and hygiene, women empowerment, community engagement, youth development, infrastructure development, and environmental sustainability. The activities contribute to 16 out of 17 Sustainable Development Goals set by the United Nations as part of its 2030 Agenda for Sustainable Development. The project aims to achieve holistic development of the target group, focusing on the values of well-being, sustainability, and equity.